നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 474 474. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പഞ്ചമസ്കന്ധം 10-ാം അധ്യായം. 10-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 7. അധ പുനഃശശിപികായാം വിഷമഗതായാം പ്രകുപിത ഉവാചാരഹൂഗണ. ക്രോധാവേശത്തോടുകൂടി പറഞ്ഞു തന്നെയാണ് പ്രതുകുപിത, വിശേഷപ്പെട്ട കോപം കൊണ്ടെന്ന് അർത്ഥം പറയും. എന്താ, വീണ്ടും തൻ്റെ ഡോളി വിഷമമായിരിക്കുമ്പോൾ ഏറ്റവും കോപിച്ചിരിക്കുന്ന രഘുഗണൻ പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? പിന്നെയും വിൽപ്പാട് ദൂരം സൂക്ഷിച്ചു നോക്കിയ ശേഷമല്ലാതെ അടിയൊന്നും വയ്ക്കാത്ത മട്ടിൽ തന്നെ സഞ്ചരിക്കയാൽ വാഹനത്തിൻ്റെ ഗതി വേണ്ട ആകാതിരിക്കുന്നതിനാൽ അതിക്രുദ്ധനായ രഘുഗണൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ശ്ലോകം 7. കിം ഇതം അരേ. കിം എന്താ ഇങ്ങനെ കാണിക്കണത് എന്നാ. കിം ഇതം അരേ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ശത്രുവാണോ? എൻ്റെ ഗതി സ്ലോ ആക്കാൻ നീ എന്താ എൻ്റെ ശത്രുവാണോ? കിം ഇതം അരേ ത്വം ജീവൻ മൃദോ മാം കദർത്ഥീകൃത്യ ഭർതൃശാസനം അതിചരസി. ഭർതൃശാസനം, ഞാൻ എന്നെ ഭരിക്കുന്നവനാണ്, എൻ്റെ ശാസനത്തിനെ നീ എന്തുകൊണ്ട് വകവയ്ക്കുന്നില്ല? ശ്രദ്ധിക്കണം വാക്കുകൾ. എന്നിട്ടോ, ഭർതൃശാസനം അതിചരസി പ്രമത്തസ്യ. നമുക്കെന്താ അഹങ്കാരമുണ്ടോ ഞാൻ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ? പ്രമത്തസ്യ ചതേ കരോമി ചികിത്സാം. നിനക്ക് വേണ്ട ചികിത്സ എൻ്റെ ഉണ്ട്. അടി ആലോചിച്ച് നോക്കണം. ആർക്ക്? ബ്രഹ്മമായി തീർന്ന ആളേനെ എങ്ങനെ നമ്മൾ അടിക്കുക? ആലോചിച്ച് നോക്കൂ. അതാണ് ചികിത്സാം ദണ്ഡപാണി ഹിവ. ഇവിടെ കയ്യിൽ കുന്തായിട്ടും വടിയായിട്ടുള്ള ആൾക്കാരുണ്ട്, എൻ്റെ സേനാപതികൾ. അവരുടെ നിന്ന് ശിക്ഷ കിട്ടണ്ടെന്നാ. ജനതായ യഥാ പ്രകൃതിം സ്വാം ഭജിഷ്യസ്യ ഇതി. അതിന് വാക്കാർത്ഥം കേട്ടോളൂ. ദുഷ്ട, നീ എന്താണിങ്ങനെ ചെയ്യുന്നത്? ജീവനുള്ളപ്പോൾ തന്നെ മരിച്ചുവോ? എന്നെ നിസ്സാരനാക്കിയിട്ട് സ്വാമി കൽപ്പനയെ അതിക്രമിക്കുന്നുവോ? അശ്രദ്ധ കാണിക്കുന്ന നിനക്ക് ജനസമൂഹത്തിന് അണ്ടകനെന്ന പോലെ ചികിത്സ ഞാൻ ചെയ്യും. എങ്ങനെ ആയാൽ ശരിയായ സ്വഭാവത്തെ നീ ആശ്രയിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എടാ, ഇതെന്ത്? നീ ജീവനുള്ളപ്പോൾ തന്നെ മരിച്ചവനോ? എന്നെ നിസ്സാരനെന്ന് കരുതിയിട്ടോ സ്വാമിയായ എൻ്റെ ആജ്ഞയെ അതിക്രമിക്കുന്നത്? പ്രവൃത്തിയിൽ മനസ്സിരുത്താതിരിക്കുന്ന നീ ഇനി മേലിൽ മനസ്സിരുത്തുവാൻ തക്ക വിധമുള്ള ചികിത്സ യമധർമ്മരാജാവ് ജനങ്ങളിൽ എന്ന പോലെ നിന്നിൽ ഏൽപ്പിക്കുവാൻ ഞാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. 9-ാമത്തെ ശ്ലോകം കുറച്ച് നീണ്ടതാണ്, ശ്രദ്ധിക്കുക. ഏവം ബഹു അബദ്ധം തന്നെയാണ്, അബദ്ധമാണ് പറഞ്ഞതെന്ന് തന്നെയാണ് പറഞ്ഞത്. ഏവം ബഹു അബദ്ധം ഭാഷമാണം നരദേവാഭിമാനിനം രജസ തമസാനുവിദ്ധേന മതേന. രജോ ഗുണം കൊണ്ടും പിന്നെ തമോ ഗുണം കൊണ്ടും അനുവിദ്ധേന മതേന തിരസ്കൃത അശേഷ ഭഗവത് പ്രിയനികേതം. അശേഷം ലവലേശം ഭഗവത് പ്രസാദം ഇല്ലാത്ത ഒരാളെന്നാണ്. ഭഗവാന് പ്രിയമില്ലാത്ത കാര്യപ്പം ചെയ്യാൻ പോണത്.
നികേതം പണ്ഡിതമാനിനം സ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂത സർവഭൂതഹൃതാത്മാ. അപ്പോൾ ഈ ജഡഭരതൻ്റെ അവസ്ഥ എന്താ? സർവഭൂത സുഹൃതാത്മാ, എല്ലാ ജീവജാലങ്ങളിലും സുഹൃത്താണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം മെല്ലെ മെല്ലെ നടക്കുന്നത്, പ്രാണിഹിംസ ചെയ്യരുതേ പറഞ്ഞിട്ട്. എന്നിട്ടോ യോഗേശ്വരചര്യായാം അതീവുത്പന്നം മതിം സ്മയമാന ഇവ വിഗതസ്മയ ഇതം ആഹാ. ഇങ്ങനെ പറഞ്ഞു. ഇപ്രകാരം എത്രയോ തെറ്റായിട്ട് പറയുന്നുവെങ്കിലും രാജാവെന്ന് അഭിമാനിക്കുന്നവനും രജോ ഗുണത്തോടും തമോ ഗുണത്തോടും ചേർന്നിരിക്കുന്ന മതത്താൽ തിരസ്കരിക്കപ്പെട്ട സകല ഭക്തന്മാരോടുകൂടിയവനും വിദ്വാനെന്ന് ഭാവിക്കുന്നവനുമായ രഘുഗണൻ സ്വയം വിദ്വാനാണ് എന്ന് ഭാവിക്കുകയാണല്ല. ശരിക്കും വിദ്വാനാരാ? ജഡഭരതനാണ്. അവനോട് ഭഗവാൻ ജ്ഞാനസമ്പൂർണനും ബ്രഹ്മമായി ഭവിച്ചവനും, ഭരതൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ്, ജ്ഞാനസമ്പൂർണനും ബ്രഹ്മമായി ഭവിച്ചവനും സർവപ്രാണികളിലും സുഹൃത്തായിരിക്കുന്ന ആത്മസ്വരൂപനുമായ ബ്രാഹ്മണൻ യോഗേശ്വരന്മാരുടെ സമ്പ്രദായത്തിൽ അധികം വ്യുത്പത്തി സിദ്ധിക്കാത്ത മനസ്സോടുകൂടിയവനെ ഹസിക്കുന്നവനോ എന്ന് തോന്നുമാറ് ഗർവം ലേശമില്ലാത്തവൻ ഇങ്ങനെ പറഞ്ഞു. രഘുകുല ചക്രവർത്തിയോട് ജഡഭരതൻ എന്താ പറഞ്ഞത് ശ്രദ്ധിക്കാം. അത് അടുത്ത ശ്ലോകത്തിലാണ്, അതിൻ്റെ ഭാവാർത്ഥം ഒക്കെ ഇട്ടോളൂ. ഇപ്രകാരം അന്യോന്യം ചേർച്ചയില്ലാത്ത വിധം അധികം സംസാരിക്കുകയും രാജാവാണെന്ന് അഭിമാനിക്കുകയും രജസ്സും തമസ്സും അധികരിച്ചുണ്ടായ മതത്താൽ ഭഗവാന്റെ ഭക്തന്മാരെ ധിക്കരിക്കുകയും, അതാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും. സപ്താഹവേദിയിലും സപ്താഹം നടത്തുന്നവരും ഭക്തന്മാരാരാണെന്ന് അറിയാണ്ട് ഇരുട്ടത്ത് തപ്പുകയാണ്. അവരെ അപമാനിച്ചുകൊണ്ട്, അവരെ തിരസ്കരിച്ചുകൊണ്ട്, അതാത് നാട്ടിലുള്ളവരെ ആദരിക്കാൻ അറിയണം. കാരണം എന്താ? സബ്ജക്റ്റ് എന്താ? ഭാഗവതം. അതില്ലാണ്ട് പോരുത്. അപ്പോൾ പണ്ഡിതനെന്ന് ഭാവിക്കുകയും യോഗസിദ്ധിയെ പ്രാപിച്ച മഹാന്മാർ മൂക അന്ധ ജഡാദികളെ പോലെ സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൻ്റെ പരമാർത്ഥം വേണ്ടതുപോലെ അറിയാതെയും ഇരിക്കുന്ന രഘുഗണനോട് സർവഭൂതങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായിരിക്കുന്നവനും ബ്രഹ്മം തന്നെ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുവാൻ തക്ക മാഹാത്മ്യത്തോടു കൂടിയവനുമായ ബ്രാഹ്മണൻ മുഖപ്രസാദം കൊണ്ട് രഘുഗണന്റെ അജ്ഞതയെക്കുറിച്ച് പരിഹസിക്കുന്നുവോ എന്ന് തോന്നാമെങ്കിലും പരമാർത്ഥത്തിൽ ഗർവം ലേശവും ഇല്ലാത്തവനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ലവലേശം ഗർവം ഇല്ലാതെ കണ്ട് രഘുഗണ ചക്രവർത്തിയോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു ശ്രദ്ധിക്കാം. ബ്രാഹ്മണ വാച, ശ്ലോകം 10. തയോദിതം അങ്ങയാൽ പറഞ്ഞപ്പെട്ട വാക്കുകള് വ്യക്തം അവിപ്രലബ്ധം ഭർത്തു സമീസ്യാൽ യതി വീരഭാര ഗന്ധുര്യതി സ്യാദധിഗമ്യമധ്വാ പീവേദിരാശോ നവിതാം പ്രവാദാം. ഹേ ശൂര, അരനെ രഘുഗണനെ, ഹേ ശൂര, അങ്ങയാൽ പറയപ്പെട്ടത് സത്യവും വഞ്ചനാരൂപമല്ലാത്തതുമാകുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്, സത്യവും വഞ്ചനാരൂപമല്ലതും വന്നു. ഭരിക്കുന്നവന് ഭാരമുണ്ടാകുമെങ്കിൽ അത് എനിക്കായിരിക്കുമെങ്കിൽ ഗമിക്കുന്നവനും പ്രാപിക്കത്തക്കതായിട്ട് മാർഗം ഭവിക്കുമെങ്കിൽ തടിച്ചവൻ എന്നത് സംഘാതത്തിൽ അറിഞ്ഞവരുടെ സംസാരമല്ല. ഞാൻ തടിച്ചത് എന്ന് അങ്ങക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ രാജൻ, എനിക്ക് ക്ഷീണമില്ലെന്നും ഞാൻ അതിദൂരം ഭാരം വഹിച്ചു നടന്നിട്ടില്ലെന്നും അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. അത് എന്നെ വഞ്ചിപ്പാനോ പരിഹസിപ്പാനോ വേണ്ടി പറഞ്ഞതല്ല, വളരെ എന്നത് നിശ്ചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ക്ഷീണിപ്പാനും നടക്കുവാനും അവകാശമുണ്ടെങ്കിൽ മാത്രമല്ലേ
ക്ഷീണിക്കുകയും നടക്കുകയും ചെയ്യുകയുള്ളൂ. അതില്ലാത്തത് കൊണ്ട് ക്ഷീണവും ഗമനവും ഉണ്ടായിട്ടില്ല. ഇനി വേറൊരു പാരഗ്രാഫ്. വഹിക്കുന്നവന് ഭാരമുണ്ടെങ്കിലും ആ ഭാരം എനിക്കാണെങ്കിലും മാത്രമേ ക്ഷീണത്തിന് അവകാശമുള്ളൂ. ജഡമായ ശരീരം വഹിക്കുന്നുവെന്നോ അതൊരു ഭാരമാണെന്നോ അറിയുകയില്ല. ഞാൻ ആത്മാവിനെ മാത്രം ഞാൻ അറിയുള്ളൂ. എനിക്ക് ശരീരത്തിനെ പറ്റി തടിച്ചതാണോ കൃഷാണോ ഞാൻ ഭാരം ഏൽക്കുന്നുണ്ടോന്നും എനിക്കറിയില്ല. സോറി. ആ ശരീരം ഞാനല്ല താനും. ഞാൻ ആത്മാവാണെന്നാണ് പറഞ്ഞത്. ആ ശരീരം ഞാനല്ല, ആത്മാ. അതിനാൽ എനിക്ക് ഭാരം വഹിച്ചത് നിമിത്തം പരിശ്രാന്തിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞതിൽ അസത്യമില്ല. അങ്ങ് പറഞ്ഞത് സത്യമാണ്. സഞ്ചരിക്കുന്നവന് പ്രാപിക്കത്തക്കതായ ഒരു സ്ഥാനമുണ്ടെങ്കിലും ആ സഞ്ചരിക്കുന്നവൻ ഞാനാണെങ്കിലും മാത്രമേ സഞ്ചാരമുള്ളൂ. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആത്മാവായി ഞാൻ സഞ്ചരിക്കുന്നവനല്ല. ശരി, മുഴുത്ത ഭ്രാന്താണെന്ന് മൂഢന്മാർ പറയും. ഞാൻ സഞ്ചരിക്കുന്നവനല്ല. എനിക്ക് ചെന്നു ചേരേണ്ടതായ ഒരു സ്ഥാനവുമില്ല. അതാണ്, ഞാൻ ബ്രഹ്മമായിട്ടാണ് എല്ലാം കാണുന്നത്. സർവം ബ്രഹ്മമയാണ്. അതിനാൽ ദൂരം ഞാൻ സഞ്ചരിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിലും അസത്യമില്ല. പിന്നെ തടിയൻ എന്ന് പറഞ്ഞതോ കാര്യകാരണ സംഘാതമായ ശരീരത്തിൽ മാത്രമേ പുഷ്ടിയും കാർശ്യവും കാണപ്പെടുകയുള്ളൂ. യാദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമഃ. ദേവി മഹാത്മ്യം. പുഷ്ടി ദൈവികമാണ്. അപ്പം അങ്ങ് എനിക്ക് പുഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ശരീരത്തിനല്ല, ആത്മാവിനാണ്. അതാണ് ശരീരത്തിൽ ആത്മാവായിട്ട് വിചാരിക്കുന്നവർ മൂർഖന്മാരാകുന്നു. ശരീരത്തെ ആത്മാവായിട്ട് വിചാരിക്കുന്നവരാരാണ്? മൂർഖന്മാരാണ്. ആത്മാവിനെ അറിഞ്ഞവർ ആത്മാവിന് സ്ഥൗല്യവും സൗഷ്മ്യവും ഉണ്ടെന്ന് പറയുകയില്ല. അതായത് ആത്മാവെന്താ? ജീവൻ. ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ. അതല്ലേ ആത്മാവ്? ഒരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് പറയണു 11ാമത്തെ ശ്ലോകം. സ്ഥൗല്യം കാർശ്യം വ്യാധായ ആധയശ്ച ക്ഷുത്രഭയം കലിരിച്ചാചരാച നിദ്രാരതിർമന്യുരഹം അമത ശുചോ ദേഹേന ജാതസ്യമേ ന സന്തി. എന്താണ് അർത്ഥം? തടി, കൃശത, രോഗങ്ങളും മനപ്പീഡകളും വിശപ്പ്, ദാഹം, പേടി, കലഹം, ആഗ്രഹം, ജരയും, ഉറക്കം, സന്തോഷം, ദേഷ്യം, അഹങ്കാരം, ഗർവം, ക്ലേശങ്ങൾ ദേഹത്തോടുകൂടി ജനിച്ചവനുണ്ട്. എനിക്കില്ല. കാരണം ഞാൻ ശരീരമല്ല. ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുന്നവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളുള്ളൂ. ഞാൻ ആത്മാരാമനാണ്, എനിക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ഇപ്പം നമ്മൾ കടന്ന് ബുദ്ധിമുട്ടുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ആദ്യം പറഞ്ഞതിനെ തന്നെ കുറെ കൂടി സ്പഷ്ടമാക്കുന്നു. പുഷ്ടി, കൃശത, രോഗബാധകൾ, മനക്ലേശങ്ങൾ, വിശപ്പ്, ദാഹം, പേടി, കലഹം, കാംക്ഷ, വാർദ്ധക്യം, ഉറക്കം, രതിസുഖം, ദേഷ്യം, അഹംഭാവം, ഗർവം, പഞ്ചക്ലേശങ്ങൾ എന്നിവയെല്ലാം ദേഹത്തോടുകൂടി ജനിച്ചവൻ ആരോ അവനുണ്ട്. ദേഹത്തിൽ അഭിമാനിക്കുന്നവർക്ക് മാത്രമേ ഈ വക ബാധകൾ ഉള്ളൂ. ദേഹത്തോട് ജനിക്കാത്തവനും മരിക്കാത്തവനുമായ എനിക്ക് ബാധകൾ യാതൊന്നുമില്ല. അത് പറയണമെങ്കിൽ പരമഹംസം തന്നെ ആവണം. പറഞ്ഞേ, വെറുതെ വിടുവോ? ഇനി അടുത്ത ശ്ലോകം. ജീവൻ മൃതതത്വം ജീവൻ മൃതതത്വം ജീവൻ മൃതത്വം നിയമേന രാജൻ ആദ്യന്തരവദ്യ വികൃതസ്യ ദൃഷ്ടം സ്വസാമ്യഭാവോ ധ്രുവൈഢ്യ യത്ര തർഹ്യച്യുതേ അസോ വിധികൃത്യയോഗ. അച്യുതൻ മാത്രമാണ് ഭരണം ചെയ്യുന്നവൻ, മറ്റുള്ളവരൊക്കെ വെറും ആവശ്യമില്ലാത്ത പട്ടം ധരിക്കണവരാന്നാണ് പറഞ്ഞത്. ഹേ രാജാവേ, ആദിയും അന്തവും ഉള്ളത് യാതൊന്നോ വികാരപ്പെടുന്ന ആ വസ്തുവിനെ
ജീവിതത്വവും മരണവും എങ്ങും എപ്പോഴും കാണപ്പെടുന്നുണ്ട്. ഹേ പൂജ്യ, സ്വം എന്നും സ്വാമ്യം എന്നുമുള്ള നില യാതൊന്നിൽ നശിക്കാത്തതോ, എന്നാൽ അതിൽ കൽപ്പനയെന്നും കർമ്മമെന്നുമുള്ള രണ്ടിൻ്റെ ചേർച്ച പറയപ്പെടുന്നു. അത് ഒരു സയൻറ്റിഫിക്കലി റീസണിങ്ങാണ്. അത് ഭാവാർത്ഥം പറയുമ്പോൾ മനസ്സിലാവുന്നു. ഹേ രാജാവേ, ജീവൻ മൃതനോ നീ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എന്നുള്ള അങ്ങയുടെ ചോദ്യം പ്രതിക്ഷണം വികാരത്തെ അടയുന്ന വസ്തു യാതൊന്നോ അതിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാതെ കാണപ്പെടുന്ന സംഗതി തന്നെ. ജീവൻ മൃതത്വം, ജനിക്കുക മരിക്കുക എന്നത് തന്നെ സ്വാമിയായ അങ്ങയുടെ കൽപ്പനയെ ഞാൻ എന്നാണല്ലോ മറ്റൊരാക്ഷേപം. സ്വാമി എന്നും ഭൃത്യനെന്നുമുള്ള നില ഏതൊരു സ്ഥാനത്തിൽ എന്നും നിലനിൽക്കുമോ ആ സ്ഥാനത്തിൽ സ്വാമിയുടെ കൽപ്പനയും ഭൃത്യൻ്റെ കർമ്മവും നിലനിൽക്കുമെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ഇന്ന് അങ്ങ് രാജാവാണ്. ഈ രാജ്യത്വം നശിച്ചു പോയാൽ സ്വാമി എന്നുള്ള നിലയും നശിച്ചു അല്ലേ? ഗൃഹനാഥൻ എന്നുള്ളത്, ഞാൻ ഈ സ്ഥലം വാങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ആരായിരുന്നു? ഞാൻ ഗൃഹനാഥനായിരുന്നില്ല, ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഗവൺമെൻറ് ജോലി റിട്ടയർ ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഞാൻ മടക്കി കൊടുത്തു. ഇപ്പോൾ എൻ്റെ പേരിലുള്ള സ്ഥലമുണ്ട്, സമ്മതിച്ചു. ആ സ്ഥലം ഞാൻ വാങ്ങുന്നതിന് മുമ്പ് വേറൊരാളായിരുന്നില്ലേ? ഇനി ഞാൻ തീരാധാരം ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം എൻ്റെ അല്ലല്ലോ. അപ്പം എൻ്റെ എന്ന് പറയാൻ, എനിക്കെന്ന് പറയാൻ ഈ ഭൂമണ്ഡലത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല. സ്ഥിരമായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. ആ ആത്മാവിനെ ആത്മാവ് കൊണ്ട് മനസ്സിലാക്കാമെന്നല്ലാണ്ട് ശരീരഭാഷ കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ഈശ്വരീയതേനെ, ടു ബി കൈൻഡ് ടു ആൾ എന്ന പ്രതിഭാസത്തെ നമ്മൾക്കൊക്കെ അനുഭവിക്കാം പോയിന്റ് ബ്ലാങ്കിൽ. അപ്പം ഇല്ല എന്ന് പറയരുത്, അതുണ്ട്, അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ ഒരു സിനിമയിൽ ഡയലോഗ് ഉണ്ടല്ലോ, അതന്നെയാണ്. അപ്പോൾ പറയണു, ഞാൻ രാജാവായാൽ എന്നിൽ അങ്ങ് ആരോപിച്ച ഭൃത്യത്വവും നശിച്ചു. ഇന്നത്തെ രാജാവ് മരിച്ചാൽ അയാൾ ചിലപ്പോൾ ഒപ്പോസിഷൻ പാർട്ടിയിൽ വന്നാൽ അല്ലേ, ഒപ്പോസിഷനുള്ള പാർട്ടിയുള്ള ആൾ രാജാവാവില്ലേ? ഇപ്പം നമ്മുടെ പൊളിറ്റിക്സിൽ അങ്ങനെയല്ലേ? അപ്പോൾ ഞാൻ രാജാവായാൽ എന്നിൽ അങ്ങ് ആരോപിച്ച ഭൃത്യത്വവും നശിച്ചു. അപ്പോൾ ഇത്ര ചഞ്ചലമായിരിക്കുന്ന സ്ഥിതിയെ ആശ്രയിച്ച് നിൽക്കുന്ന സ്വാമി ഭൃത്യസംബന്ധം സുസ്ഥിരമല്ലല്ലോ. ആത്മാവ് മാത്രമാണ് അനശ്വരം, ശരീരം നശ്വരാണ്. അസ്ഥിരത്തെ സ്ഥിരത്വേന അറിവുള്ളവർ കാണുകയില്ലെന്ന് സാരം. അസ്ഥിരത്തെ സ്ഥിരത്വേന അറിവുള്ളവർ കാണുകയില്ല എന്ന് സാരം. ഇനി 13ാമത്തെ ശ്ലോകം വിട്ടുകൊടുക്കുന്നില്ല. വിശേഷബുദ്ധേർവിവരം മനാക്ഷ പശ്യാമയെന്ന വ്യവഹാരതോ അന്യത് ക ഈശ്വരസ്തത്ര കിം ഈശിതവ്യം തഥാഭിരാജൻ കരവാമ കിം തേ. എന്താണർത്ഥം? വിശേഷബുദ്ധിയുടെ ദ്വാരം വ്യവഹാരത്തിൽ നിന്ന് അന്യമായിട്ട് അല്പവും ഞങ്ങൾ കാണുന്നില്ല. അതിൽ ഈശ്വരൻ ആര്? ശാസിക്കത്തക്കതായിട്ട് എന്ത്? എങ്കിലും ഹേ രാജാവേ, അങ്ങക്ക് എന്ത് ചെയ്യണമോ അത് ഞങ്ങൾ ചെയ്യാം. നിരാകരിക്കില്ല, ഞങ്ങൾ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അതിനായതായിട്ട് ചില റീസണിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, അങ്ങ് രാജാവ്, ഞാൻ ഭൃത്യൻ എന്നുള്ള വിശേഷ ഭാവനയ്ക്ക് ലോകവ്യവഹാരം, ലോക സമ്പ്രദായം മാത്രമല്ലാതെ അന്യമായിട്ട് യാതൊരു സംഗതിയും ഞങ്ങൾ ലോകസ്വഭാവം അറിഞ്ഞവർ കാണുന്നില്ല. അതായത് ജഡഭരതൻ ലോകം എന്താണെന്നറിയാം. അതുകൊണ്ടാണ് ഒന്നിലും സംഘമില്ലാണ്ട് നിസ്സംഗനായിട്ട് ബ്രഹ്മമായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പോൾ സർവം ഏകമായിരിക്കുന്ന സത്യാവസ്ഥയിൽ സ്വാമി ആര്?
ഭൃത്യനാര്, ഭക്തനാര്, ഭക്തിയാര്, ഭഗവാനാര്? ഒരു ചോദ്യമുണ്ട്. എല്ലാം ഒന്നാണ്. ഭക്തൻ ഭക്തനെ മറന്ന് ഭക്തിയിൽ ഭഗവാനെ റിയലൈസ് ചെയ്യുമ്പോൾ ഭഗവാനായിട്ട് തീരെ ചെയ്യണത്, ആത്മാവായിട്ട് തീരെയാണ്, സർവവ്യാപിയായിട്ട് തീരെയാണ്. ഇത് മനസ്സിലാക്കാണ്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ വരി വരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ മതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകമായിരിക്കുന്ന സത്യാവസ്ഥയിൽ സ്വാമി ആര്, ഭൃത്യനാര്? ഇത് രണ്ടും വെറും കൽപ്പിതം. എന്നാലും ലോക വ്യവഹാര ദശയെ അനുസരിച്ച് അങ്ങ് രാജാവ്, ഞാൻ ഭൃത്യനുമാണല്ലോ എന്നാണ് ഇപ്പോൾ അഭിപ്രായമെങ്കിൽ ആകട്ടെ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതെല്ലാം ചെയ്തു കൊള്ളാം. അടുത്ത ശ്ലോകം. ഉന്മത്തമത്ത ജഡവൽ സ്വസംസ്ഥാം ഗതസ്യ മേ വീരചികിത്സിതേന അർത്ഥകിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ടവേഷ. എന്താണ് അർത്ഥം? ഉന്മത്തൻ, മത്തൻ, ജഡൻ ഇവരെ പോലെ സ്വരൂപസ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്ന എനിക്ക്, ഹേ സമർത്ഥ, ചികിത്സാ വ്യാപാരത്താൽ എന്താ പ്രയോജനം? ഞാൻ ഉന്മത്തനെന്നും മത്തനെന്നും ജഡനെന്നും എന്നുള്ള നിലയ്ക്കാണ് ജീവിക്കുന്നത് കാണുന്നവർക്ക്. അപ്പോൾ പിന്നെ എനിക്ക് ചികിത്സ കൊണ്ട് എന്താ കാര്യം? ഞാൻ ആരാ? ഉന്മത്തനാണ്, ഞാൻ മത്തനാണ്. മത്തൻ എന്ന് പറഞ്ഞ ലാൽപ്പപ്പിളല്ല, കൂട്ടാൻ വയ്ക്കണതല്ല. മത്തൻ, ഒന്നും അറിയാത്തവൻ എന്നർത്ഥം. ജഡൻ. അപ്പോൾ പറഞ്ഞു എന്താ പ്രയോജനം? സ്തബ്ധനും പ്രമത്തനുമായവന് ഭവാനാൽ ചെയ്യപ്പെടുന്ന ശിക്ഷാവ്യാപാരത്താൽ അരച്ചതിനെ തന്നെ അരയ്ക്കുന്ന ഫലം. അരയ്ക്കാത്തതിനെ അരയ്ക്കണം. അരച്ചതന്നെ അരച്ചിട്ടെന്താ കാര്യം? വ്യർത്ഥമായി പോവും. അതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ ശരിക്ക് പ്രവർത്തിപ്പാൻ തക്ക വിധമുള്ള ദണ്ഡശിക്ഷ ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ. അതിനെക്കുറിച്ചും അല്പം പറയാം. ശ്രദ്ധിക്കുക. ഒരു ഭൃത്യൻ സ്വാമിയോട് പറയാം ശ്രദ്ധിക്കാമെന്ന്. അപ്പോൾ ഉന്മാദഗ്രസ്തൻ, മദ്യപാനത്താൽ മതിച്ചവൻ, ജന്മന ജഡൻ എന്നിവരെ പോലെ അങ്ങയാൽ കാണപ്പെടുന്ന ഞാൻ അങ്ങനെയാണോ? അല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലാവും. അപ്പോൾ അങ്ങയാൽ കാണപ്പെടുന്ന ഞാൻ സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് തെറ്റാതെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങ് ചെയ്യുന്ന ചികിത്സ കൊണ്ട് വിശേഷ ബലം ഒന്നും ഉണ്ടാകയില്ല. ഞാൻ പ്രഭാഷകനാവുന്നതിന് മുമ്പ് തന്നെ ഈ ശ്ലോകത്തിന് അർത്ഥം എനിക്കറിയാം. അതായത് ആരെന്ത് ചെയ്താലും നമ്മൾക്ക് ആരുണ്ട്? ഈശ്വരനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. ഓരോ വീഴ്ച വീഴുമ്പോഴും പ്രഹ്ലാദനെ പോലെയും ധ്രുവനെ പോലെയും എന്ന് തന്നെ പറയാം, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ ഞാൻ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. അറിഞ്ഞു വിളിച്ചിട്ടുണ്ട്. എന്നെ ഭഗവാൻ കാത്തിട്ടുമുണ്ട്. അതാണ് സത്യം. ഞാൻ ഒരു 21.5 വയസ്സ് വരെ പട്ടാമ്പി ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ എന്തെല്ലാം അപ്സ് ആൻഡ് ഡൗൺസ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനൊക്കെ ഞാൻ സാക്ഷിയായിട്ടുണ്ട്, എന്തൊക്കെ അനുഭൂതികൾ, ശ്രമങ്ങൾ, പാഴ്ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എല്ലാറ്റിനും മീതെ നമ്മൾക്ക് ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നും ആ അദൃശ്യ ശക്തിയാണ് ലീലയാടുന്നതെന്നും അതിൽ നമ്മൾ കരിവേപ്പന പോലെയാണെന്നും ആവുമ്പോൾ എന്തില്ല? ശാരീരികാഭിമാനമില്ല. ആരെന്തു പറഞ്ഞാലും ശരി. അപ്പോൾ അഥവാ അങ്ങ് വിചാരിക്കുന്ന വിധം ഞാൻ ഗർഭിതനും പ്രമത്തനുമാകുന്നുവെങ്കിലും ദണ്ഡശിക്ഷ കൊണ്ട് ഫലമില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് അവിടുന്നാണ് തുടങ്ങിയത്. രഘുഗണ ചക്രവർത്തിയോട് ജഡഭരതൻ എങ്ങനെ ഉപദേശം ചെയ്തു? ഞാൻ ആരാണ് എന്താണെന്ന് എനിക്കറിയാം, അങ്ങയുടെ ദണ്ഡം കൊണ്ട് എന്താ കാര്യം? അന്ന് മറക്കാണ് ഞാൻ നേരാകൂല, തല്ലണ്ട അമ്മാവ എന്ന് പറഞ്ഞത്.
അപ്പോൾ സ്വതേ ദുഷിച്ചിരിക്കുന്ന ഒരുവനെ ശിക്ഷിച്ച് നന്നാക്കുവാൻ സാധിക്കുകയില്ല. ഇത് അച്ഛനമ്മമാർ 6, 8, 10, 12 വയസ്സിൽ അച്ഛനമ്മമാർ ഇത് മനസ്സിലാക്കിയാൽ, ഈ 6, 8, 10, 12 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ സ്ത്രീയും പുരുഷനും അച്ഛനും അമ്മയും ആവണത്. അപ്പോൾ തല്ലിയത് കൊണ്ടോ ശിക്ഷിച്ചത് കൊണ്ടോ ചട്ടുകം പഴുപ്പിച്ച് ചന്തിക്ക് വെച്ചത് കൊണ്ടോ ഒന്നും ഒരാൾ നന്നാവില്ല. അങ്ങനെ വേറൊരാളെ നന്നാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ തെറ്റ് ഒക്കെ നിയോഗമാണ്. ആ നിയോഗത്തിൽ ചിലപ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് വരും. അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത്. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരന് കൊടുക്കണം. എനിക്ക് കിട്ടുന്ന അപ്ലോസൊക്കെ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അഭിമന്യ പിതാവിൻ്റെയും ഗുരുനാഥനായിരുന്ന ചെറുശ്ശേരിൽ ആ കരുണാകരൻ പിള്ളയുടെയാണ്. പിന്നെ കുറച്ച് നിങ്ങളെപ്പോലെയുള്ള ഇത് കേൾക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇത് ഓരോ എപ്പിസോഡും പറയാൻ ഉത്സാഹം? വിരലിൽ എണ്ണാവുന്ന ചിലവർ ഇത് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് ഞാൻ അറിയാം. കാരണം അപ്പോൾ ഒരാളാണെങ്കിലും 100 ആണെങ്കിലും 1000 ആളാണെങ്കിലും ഇഷ്ടത്തോടു കൂടി കേൾക്കണതും ഇഷ്ടമില്ലാതെ കണ്ട് നോണ്ടി പോണതും കൂടിയിട്ട് വ്യത്യാസം എനിക്കറിയാം. അപ്പോൾ എനിക്ക് സമാധാനം എന്താ? ഞാൻ ചെയ്യേണ്ടത് പരമാവധി ഭംഗിയായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയണു, അത്രയേ ഉള്ളൂ. അത് ശരിയായി കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഷിച്ച വസ്തുവിനെ അധികം ദുഷിപ്പിക്കുകയെന്നേ അതുകൊണ്ട് ഫലമുണ്ട്. അതാണ് ഈ അരച്ചതിനെ അരയ്ക്കാന്ന് പറഞ്ഞത്. അതിനാൽ അരച്ചതിനെ തന്നെ പിന്നെയും അരയ്ക്കുന്നത് പോലെ നിഷ്പ്രയോജനമാണ് അങ്ങയുടെ ശിക്ഷ. ഇത് ഒരു ചക്രവർത്തി, ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം വന്ന ആ ജഡഭരതനെ നമ്മൾ മനസ്സുകൊണ്ട് നമസ്കരിക്കണ്ടേ? ശ്രീ ശുഗാവാച. ഇപ്പോൾ ഒരു 3-4 ശ്ലോകങ്ങൾ രഘുഗണ ചക്രവർത്തിയോട് പറഞ്ഞോട് കൂടിയിട്ട് ഒരു ബ്രീത്ത് എടുത്തു സുഖബ്രഹ്മർഷി. എന്നിട്ട് പരീക്ഷത്തിനോട് പറയണു, ഏതാവതനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരാധാനാത്മനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനയൻ രാജയാൻ അഭിതഥോവാഹാം. അതായത് പറഞ്ഞതിനെ അനുവദിച്ചു തന്നെ ഭാഷാന്തരപ്പെടുത്തുന്ന രീതിയിൽ ഇത്രത്തോളം പറഞ്ഞിട്ട് ശാന്ത സ്വഭാവനും ശമിച്ചിരിക്കുന്ന അഭിമാന കാരണമായ അജ്ഞാനത്തോടു കൂടിയവനുമായ മുനിശ്രേഷ്ഠൻ ദേഹാരംഭത്തിന് കാരണമായ കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ തീർക്കുന്നവനായിട്ട് രാജാവിൻ്റെ വാഹനത്തെയും അതേ വിധത്തിൽ വഹിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അധിക്ഷേപിച്ചു എന്നോ താൻ അതിന് സമാധാനം പറഞ്ഞു എന്നുള്ള കർത്തൃത്വ ഭോക്തൃത്വം കൂടിയും ഇല്ലാതെ കൊണ്ട് പണ്ട് എങ്ങനെ വാഹനം എടുത്തു അതേപോലെ വാഹനം എടുത്ത് നടന്നു. അതാണ് ഇനി ശ്രീ ശുഗമുനിയുടെ വാക്കുകൊണ്ട് ഭാവാർത്ഥം കേൾക്കേണ്ടത്. രാജാവ് പറഞ്ഞതിനെ അനുവദിച്ചു പറയുന്ന രീതിയിൽ ഇത്രത്തോളം മറുപടി പറഞ്ഞ മുനിശ്രേഷ്ഠൻ, അതായത് ഈ ജഡഭരതൻ, ശാന്ത സ്വഭാവനും ദേഹാത്മഭാവത്തിന് കാരണമായ അവിദ്യാബാധയിൽ നിന്ന് മുക്തനും. ഇപ്പം നമ്മൾക്കൊക്കെ ദേഷ്യം വരുന്നതാ ശരീരാഭിമാനം കൊണ്ട്. അത് വിട്ടാൽ മതി, എന്നാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ പ്രാരബ്ധ കർമ്മത്തെ അനുഭവിച്ചു കഴിക്കുവാൻ നിശ്ചയിച്ചവനുമായാൽ രാജവാഹനത്തെ മുമ്പത്തെ പോലെ തന്നെ വഹിച്ച് നടന്നു എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടിയും പറയാം, സമയം കുറച്ച് എക്സ്റ്റെൻഡ് ആവും, സാരമില്ല. 16 സച അഭി പാണ്ഡവേയ സിന്ധു സൗവീരപതിസ്തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാധിക്യതാധികാര സദൃദയ ഗ്രന്ഥിമോചനം ദ്വിജവജ ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാ വരൂഹ്യ ശിരസാ പാദമൂലം ഉപസൃത ക്ഷമാഭയൻ വിഗതന്യുപദേവസ്മയ ഉവാച. ഈ 3-4 ശരവേഗത്തോടു കൂടിയിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ കേട്ട രഘുഗണ ചക്രവർത്തി ഇരുന്ന് ചിന്തിച്ചു. ഇയാൾ പറഞ്ഞത് സർവവേദാന്തസാരാണല്ലോ എന്നാണ്.
അതുകൊണ്ട് ഈ യാത്രയുടെ ഉദ്ദേശം നമുക്ക് നിർത്താം. നമ്മൾക്ക് എന്തറിയണോ അത് ഇയാൾ പറഞ്ഞു തന്നു കഴിഞ്ഞു, ആര് സ്വാമി ആര് ഭൃത്യന്നൊക്കെ. അതുകൊണ്ട് ആ ഉത്തമനെ കുറേ കൂടി മനസ്സിലാക്കുക എന്നുള്ള നിലയിലാക്കി ഇപ്പോൾ ഇദ്ദേഹം. അതാണ് ഇനി എന്താ പറയുക അതിൻ്റെ വാക്കാർത്ഥത്തിൽ വരുന്നത്. ഹേ പാണ്ഡവകുലജാതനായുള്ളോവേ, അതായത് ശുഗമുനി ഇദ്ദേഹത്തിനോടാണല്ലോ പറഞ്ഞത്. അപ്പം ഈ രഘുകുല ചക്രവർത്തിയുടെ മനസ്സിന് എന്ത് മാറ്റം വന്നു എന്നാണ് ശുഗബ്രഹ്മവർഷി പരീക്ഷത്തിനോട് പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. അതാണ് ഹേ പാണ്ഡവകുലജാതനായുള്ളവേ, ദോഷരഹിതമായ ശ്രദ്ധ ഹേതുവായിട്ട് തത്വം അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ അധികാരത്തെ പ്രാപിച്ചവനും രാജാതിരാജനെന്നുണ്ടായിരുന്ന ഗർവം ഇല്ലാതായവനുമായ ആ സിന്ധുശൗര വീരപാലകൻ തൻ്റെ ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കുന്നതും അനേക യോഗഗ്രന്ഥങ്ങളെ അഭിപ്രായമനുസരിച്ച് ഇരിക്കുന്നതുമായ ബ്രാഹ്മണവാക്യത്തെ 4 ശ്ലോകമുള്ളൂ, അത് 4 വേദത്തിൻ്റെയും പൊരുൾ അടങ്ങി അതിൽ. അതാർക്ക് മനസ്സിലായി? രാജാവ് ആയ രഘുകുലന് മനസ്സിലായി. അപ്പോൾ നന്നായി ശ്രവിച്ചിട്ട്, അതായത് ഇദ്ദേഹം പറഞ്ഞത് നന്നായി കേട്ടിട്ട് വേഗത്തിൽ ഇറങ്ങി. നമുക്ക് ആ 3 ഡയമെൻഷനിൽ നമ്മളൊന്ന് കണ്ടു നോക്കൂ. വേഗത്തിൽ ഡോളിയിൽ നിന്ന് ഇറങ്ങി ശിരസ് കൊണ്ട് അവൻ്റെ കാലടിയെ പ്രാപിച്ചവനും ക്ഷമിക്കുന്നവനുമായിട്ട് പറഞ്ഞു. എന്താ കഥയുടെ ഒരു ട്വിസ്റ്റ് ഇത്? ഇപ്പം ഇന്ന് പറയണമെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താ? എൻ്റെ മണ്ടയിലുള്ള ചിന്തകളെ മതിക്കുന്ന ഈശ്വരീയതയാണ് പറയണത്. ഇത് നാളേക്ക് വെക്കണ്ട, ഇത് ഇന്ന് തന്നെ പറ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സ്വാമിയായിട്ടിരുന്ന ആള് ഭൃത്യനായിട്ട് തൻ്റെ ഡോളി ചുമക്കുന്ന തടിമാടനെ എത്രത്തോളം ആക്ഷേപിച്ചു എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ടും ബാലൻസ് വിടാത്ത ബ്രഹ്മജ്ഞാനിയായ ജഡഭരതൻ്റെ ആ നിഷ്കളങ്കത്വം കണ്ടപ്പോൾ ആലോചിച്ചു, ചാടി ഇറങ്ങി ജഡഭരതനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്നാ പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ പാണ്ഡവകുലദീപമേ, സിന്ധു സൗവീരപതിയായ ഈ രഘുഗണൻ തത്വമറിവാൻ ആഗ്രഹിക്കുന്നവനും ഇന്ദ്രിയ നിഗ്രഹപൂർവമായ ശ്രദ്ധയാൽ ശരിയായ അധികാരം പ്രാപിച്ചവനുമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹാഭിമാനത്തെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായി. ആരെ? ജഡഭരതൻ. അനേക യോഗ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളതിനെ അനുവദിക്കുന്നതുമായ ബ്രാഹ്മണവാക്യം കേട്ട് ഉടനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പാദമൂലത്തിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ക്ഷമ ചോദിച്ചു. രാജാവാണെന്നുള്ള അഹങ്കാരം ലേശവും കൂടാതെ ഇപ്രകാരം പറഞ്ഞു. അതെന്താണെന്നുള്ളത് നാളെ പറയാം. ഇപ്പം നമ്മൾ രഘുകുല ചക്രവർത്തി ജഡഭരതൻ്റെ കാലിൽ വീണ് ക്ഷമായാചനം ചോദിക്കുന്ന അവസ്ഥയാണ് അല്ലേ? ബി കൂൾ, ബി ഹാപ്പി, ബി അലർട്ട്. അതാണ് ബി ഹാപ്പി, ബി കൂൾ, ബി അലർട്ട്. എപ്പോഴും നമ്മുടെ മനസ്സ് അലർട്ടായിട്ടിരിക്കുക. ദേഹഭാവന വരരുത്, ഭേദഭാവന ആവരുത്. ആത്മാരാമത്വത്തിൽ ആനന്ദം അനുഭവിക്കുക. ഇതിനാരാ സഹായിക്കുന്നത്? തന്നിൽ അവരവരിൽ വസിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളെ കാത്തുരക്ഷിക്കാതെ ഇരിക്കില്ല. ഒരു വഴിപാടും വേണ്ട. എന്നാൽ ഇത്തിരി സഹജീവികളുടെ പ്രീതിക്ക് വേണ്ടി അവർക്ക് മരുന്ന് വാങ്ങാനും അവരുടെ നിത്യവൃത്തിക്കും കൂടി നമ്മൾക്ക് സഹായമാവാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഒരു ഡിപ്പോസിറ്റ് ഇല്ല. മരിക്കുന്നതിൻ്റെ മുമ്പ് എത്ര ജീവന്മാരെ നമ്മൾക്ക് പ്രീതിപ്പെടുത്താൻ സാധിച്ചു, അത്രയും ജഗന്നിവാസൻ നമ്മളെ അനുഗ്രഹിക്കാതെ ഇരിക്കില്ല. ഓരോരുത്തരുടെ ഹൃദയപത്മത്തിലും വസിക്കുകയാണ് അദ്ദേഹം.
അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹ ശക്തിയുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാം അവരവരുടേതായിട്ടുള്ള സ്റ്റാറ്റസ് പ്രകാരം. കാരണം കോമൺ ഫാക്ടർ എന്താ? ജീവാത്മാവ് തന്നെയാണ് പരബ്രഹ്മം എന്നുള്ള അറിവാണ്. അപ്പോൾ ജീവാത്മാവിനെ പരബ്രഹ്മമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലെ മിത്രങ്ങളേ ഉള്ളൂ, ശത്രുക്കളില്ല. ആനന്ദം മാത്രമേ ഉള്ളൂ, ദുഃഖങ്ങളില്ല. അതാണ് അവസ്ഥ. അതിന് പ്രചോദനമായിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾക്ക് പാത്രീഭൂതരാവട്ടെ ഏവരും എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഓരോ സമയത്തും അവരവർ ചെയ്യുന്ന പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.